ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പപ്പായ ഫേഷ്യലാണ് കേട്ടോ. ഇപ്പം ഞാനിതാ പപ്പായയുടെ തോലൊക്കെ ചെത്തിയിട്ട് ഇതുപോലെ നീളത്തിലാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തമൊന്നും നമുക്ക് വേണ്ട കേട്ടോ, ഇതിൽ നിന്ന് ഒരു കഷ്ണം മാത്രം മതി. അപ്പോൾ ഞാനൊരു 2 കഷ്ണം എടുത്തിട്ട് ഇതുമാതിരി ഫ്രിഡ്ജിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ഇത് കട്ട് ചെയ്ത ടൈമിൽ 2 കഷ്ണം മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കി അടച്ച് വെച്ചതാണ്. ഈ സാധനങ്ങളൊന്നും നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ, വല്ലപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത പപ്പായയാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ പപ്പായ നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്കാണ് അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് തേക്കുന്ന ടൈമിൽ കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ ഒരു എന്തോ പോലെയല്ല. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ അരിഞ്ഞ് കിട്ടുന്നില്ല പറഞ്ഞിട്ട് ജസ്റ്റ് ഇതിൽ കുറച്ച് വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല. ഇതിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. നമുക്കിതുപോലെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് ഫേസ് പാക്കുകളാക്കിയിട്ട് ദിവസം നമുക്കൊരാഴ്ച വരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമ്മളിത് അരച്ച് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അരച്ച് വെച്ചതിൽ നിന്നും 1 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസറാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലെൻസറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ നിന്നും കുറച്ച് പപ്പായയുടെ മിക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇതാണ് നമ്മൾ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ പകരം തേൻ എടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്തിട്ടും ഇതുപോലെ തേക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മുഖത്ത് തേക്കേണ്ടത്. നമ്മുടെ മുഖത്തെ വിയർപ്പ്, അഴുക്ക്, മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആദ്യം ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ. ഇത് 3 നമ്മൾ സ്കിപ്പാക്കാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് തേച്ചിട്ട് കാര്യമില്ല, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അത് 3 നമ്മൾ സ്കിപ്പാക്കാതെ തന്നെ തേക്കണം കേട്ടോ, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ തേച്ചതിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബിങ് ആണ് കേട്ടോ. സ്ക്രബ് ചെയ്യാനായിട്ട് ആവശ്യം നമുക്ക് ആദ്യം തന്നെ പപ്പായയുടെ മിക്സാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അരിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പഞ്ചസാര എടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാരയും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിഷ്ടം ഇവിടെ അരിപ്പൊടിയാണ്. ഞാൻ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ഞാൻ അരിപ്പൊടിയാണ് എടുക്കാറുള്ളത്. അരിപ്പൊടി ആകുമ്പോൾ കൂടുതൽ തരിയൊന്നുമില്ലല്ലോ. പഞ്ചസാര ആകുമ്പോൾ വലിയ തരിയായിട്ട് ചിലപ്പോൾ നമ്മുടെ മുഖം വേദനിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പാലെണ്ണയാണ് കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് നമുക്ക് മുഖത്ത് തേക്കാം. നമുക്ക് ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മാത്രം നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ ക്ലെൻസറും കുറച്ച് നേരം തന്നെ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അതും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് ടൈം വെക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റിൽ കൂടാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രബിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. 2ാമത്തെ സ്റ്റെപ്പ് സ്കിപ്പാക്കരുത്. 2ാമത്തെ സ്റ്റെപ്പ് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. 3ാമതായി യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3ാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ് കേട്ടോ. ബദാം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമിൻ്റെ പകരമായിട്ട് മുൾട്ടാനി മിട്ടി എടുക്കാം, ചന്ദന പൗഡർ എടുക്കാം, ഇനിയിപ്പോൾ കടലമാവ് എടുക്കാം, ചെറുപയറിൻ്റെ പൊടി എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബദാം പൗഡറാണ് എടുത്തിട്ടുള്ളത്. പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ പപ്പായയുടെ മിക്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പപ്പായയുടെ മിക്സ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തികയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ വേണ്ടത്. പാൽ തന്നെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ പകരം റോസ് വാട്ടർ എടുക്കാം, തൈര് എടുക്കാം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം തേനെടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫേസ് മാസ്കാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ, നല്ല റിസൾട്ടാണ്. പക്ഷെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രബ്ബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് മുഖം ഒന്ന് ആവി പിടിപ്പിച്ചതിന് ശേഷം ഈ മാസ്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ കുറച്ചും കൂടെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ആവി കൊള്ളിക്കട്ടെ കേട്ടോ. ജസ്റ്റ് നമുക്ക് ആവി കൊള്ളിക്കണമെന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ചൊന്നിങ്ങനെ മുഖത്ത് ചൂട് പിടിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു മാസ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.